ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷക ഹൃദയങ്ങളെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ ദിനം സമാഗതമാകുമ്പോൾ ആയതിലേക്ക് ഹൃദയമൊരുക്കി അമ്മയുടെ നിർമ്മല സ്നേഹത്തിലേക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചേർന്നിരിക്കുന്ന സ്നേഹമക്കളായി നമ്മൾ ഒന്നു ചേരുമ്പോൾ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടി അമ്മയെ വണങ്ങുന്ന ഈ ദിനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസ് ഫ്രാൻസിസിൻ്റെ ഗാനങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് അമ്മയ്ക്കൊരു കാണിക്കയായി സമർപ്പിക്കുന്നു. ഷാനവാസ്, ഇന്നേ ദിവസം നമ്മൾ ഈ ഗാനം ആലപിക്കുമ്പോൾ ഇന്ന് ആലപിക്കുന്ന ഗാനത്തിൻ്റെ തുടക്കം, തുറവി എങ്ങനെയാണെന്ന് ഒന്ന് പങ്കുവെച്ച് നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും ബേബിച്ചേട്ടാ, നമുക്കറിയാം ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ അനേകം നല്ല സുഹൃത്തുക്കളെ, അതായത് ചങ്ക് പറിച്ചു തരുന്ന സുഹൃത്തുക്കളെ ഈശോ നമുക്ക് തരാറുണ്ട്. ഞാൻ നവീകരണത്തിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സുഹൃത്ത് കടന്നു വന്നു. അപ്പോൾ വരാപ്പുഴ ടൗണിലാണ് ഈ സുഹൃത്തിൻ്റെ വീട്. സുഹൃത്തിൻ്റെ പേര് സിജൻ പീറ്റർ എന്നാണ്. അപ്പോൾ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ചാണ് ഞാൻ സിജനെ പരിചയപ്പെടുന്നത്. പിന്നീട് അതൊരു നല്ലൊരു സ്നേഹബന്ധമായിട്ട് മാറി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് സിജൻ പാട്ടുകളൊക്കെ എഴുതുന്ന ഒരാളാണ്. നമ്മുടെ പീറ്റർ ചേരാനെല്ലൂരിൻ്റെ ഒരു പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ചും കൂടി സ്നേഹമായി അവനോട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല പാട്ടുകൾ ഇങ്ങനെ വരുവാൻ തുടങ്ങി. ഒരിക്കൽ പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പാടാൻ പോകുന്ന പാട്ട് വന്നത്. സിജൻ പീറ്ററാണ് ഇത് എഴുതിയത്. ഞാൻ എൻ്റെ എളിയ സംഗീതമാണ്. അത് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു പാട്ടിൻ്റെ? ഞങ്ങളൊരു സന്ധ്യാസമയത്ത് മിക്കവാറും ഞാനൊരു 7 മണിയൊക്കെ കഴിഞ്ഞ് അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് സംസാരിച്ചിരിക്കും. അപ്പോൾ ആ സമയത്താണ് പിന്നീട് ആ സംസാരം പ്രാർത്ഥനയായിട്ട് മാറി. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു ട്യൂണിങ്ങനെ മൂളുകയും അപ്പോൾ തന്നെ നമുക്കറിയാലോ, ഈ നമ്മൾ ധ്യാനിച്ചിരിക്കുന്ന രീതിയിലും അല്ലാതെയും പാട്ടുകൾ വരുമല്ലോ. തീർച്ചയായും ഇപ്പോൾ ബേബിച്ചേട്ടൻ പീറ്റർ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് പാട്ട് ചെയ്യുന്നത് പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതുപോലെ വന്നൊരു പാട്ടാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാനൊരു ട്യൂൺ മൂളുന്നു, സിജൻ അത് വരികൾ എഴുതുന്നു. 2-3 പേർ ചേർന്ന് ഏക മനസ്സോടെ ആയിരിക്കുമ്പോഴേ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സന്നിവേശം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ജീവിതത്തിലും അതെ, ഇങ്ങനെ ഈ പാട്ടുകൾ ഞാൻ പലപ്പോഴും അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. അതെ, ഒരുമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് വരുന്ന ഈണവും ഭാവവും അതിപ്പോഴും ജനങ്ങൾക്ക് അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഷാനവാസ് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അതിലൂടെ ഒഴുകി വരുന്ന പരിശുദ്ധാത്മ സഹായം, നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സംഗീതത്തിൻ്റെ തലങ്ങൾ. തീർച്ചയായും പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. നിർമ്മലയായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച്, അമ്മയുടെ ആഴമായ എളിമയെക്കുറിച്ച് അമ്മ പറയുന്നില്ലേ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ എളിമയുള്ള ഹൃദയങ്ങളിലേക്ക് കൃപ ആഴമായി നൽകുന്ന ദൈവം പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയ എളിമയെ വർണ്ണിച്ച് നിർമ്മലയായ ആ മാമരിയെ പ്രകീർത്തിക്കുന്ന സ്നേഹഗീതം ആലപിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അഭിജിത്ത് കൊല്ലം. ഈ ഗാനത്തിലേക്ക് ഹൃദയം ചേർത്ത് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. മലയായ മാതാവേ, മേരി മാതാവേ, എളിമതൻ നിറകുടമാകുമമ്മേ, ദൈവമാതാവേ, നിർമ്മലയായ മാതാവേ, മേരി മാതാവേ, എളിമതൻ നിറകുടമാകുമമ്മേ, ദൈവമാതാവേ, ഈ വഴിത്താരയിലെന്നുമെന്നും നിന്റെ
നിന്റെ സ്നേഹം കാത്തിരിപ്പു ഈ വഴിത്താരയിലെന്നുമെന്നും നിന്റെ സ്നേഹം കാത്തിരിപ്പു. ആവേ 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 മരിയ. ആവേ 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 മരിയ. കാനായിലും കാൽവരിയിലുമാ നീ അന്നു വന്നതല്ലേ. കാനായിലും കാൽവരിയിലുമാ നീ അന്നു വന്നതല്ലേ. കാലം തീർത്തോരൻ ക്രൂശിൻ ചോട്ടിൽ പ്രാർത്ഥനയായി നീ വന്നിടുമോ. കാലം തീർത്തോരൻ ക്രൂശിൻ ചോട്ടിൽ പ്രാർത്ഥനയായി നീ വന്നിടുമോ. എന്നമ്മേ വന്നിടുമോ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആത്മാവിനാൽ കൂട്ടുശാലയിലന്ന് നിന്നാത്മം നിറഞ്ഞതല്ലേ. ആത്മാവിനാൽ കൂട്ടുശാലയിലന്ന് നിന്നാത്മം നിറഞ്ഞതല്ലേ. കൃപകൾ വറ്റിയെന്നുള്ളം കേഴുമ്പോൾ സ്നേഹമോടെന്നെ ഓർത്തിടണേ. കൃപകൾ വറ്റിയെന്നുള്ളം കേഴുമ്പോൾ സ്നേഹമോടെന്നെ ഓർത്തിടണേ. എന്നമ്മേ ഓർത്തിടണേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. നിർമ്മലയായ മാതാവേ മേരി മാതാവേ എളിമതൻ നിറകുടമാകുമമ്മേ ദൈവമാതാവേ. ഈ വഴിത്താരയിലെന്നുമെന്നും നിന്റെ സ്നേഹം കാത്തിരിപ്പു. ഈ വഴിത്താരയിലെന്നുമെന്നും നിന്റെ സ്നേഹം കാത്തിരിപ്പു. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ ആവേ
ആവേ മരിയ. ഷാനവാസെ, വളരെ നല്ല ഈണം, ഹൃദയത്തിൽ ആ രചനയ്ക്ക് ചേർന്ന ഈണം പകരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. പ്രിയമുള്ളവരെ, ഈ സഹോദരനിലൂടെ ഒരു പുതിയ ചിന്ത കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്നില്ലേ? മറ്റൊന്നുമല്ല, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെയൊക്കെ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അത് രചനയായിക്കൊള്ളട്ടെ, സംഗീതാത്മകതയായിക്കൊള്ളട്ടെ, അത് ഗാന ആലാപനമായിക്കൊള്ളട്ടെ, കഴിയുന്നത് പോലെ. ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർ കരുതും, ഓ ഞാനെന്ത് പാടാനാ, എനിക്ക് വലിയ പാട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖല. ഇവിടെ ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു, ചില വീട്ടമ്മമാർ എഴുതുന്നു, അതുപോലെ തന്നെ മറ്റു ചില അല്ലെങ്കിൽ ഗാനരചനയ്ക്കൊന്നും വലിയ കഴിവൊന്നുമില്ലാത്തവർ അവരുടെ ഹൃദയത്തിൽ കിട്ടിയ ചിന്തകൾ പകർത്തുന്നു, അത് മനോഹരമായി ഗാനങ്ങളായി മാറുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ കഴിവുകളും പരിശുദ്ധാത്മാവ് തൊട്ട് കഴിയുമ്പോൾ അത് കൃപകളായി മാറുന്നു, അത് വരങ്ങളായി രൂപാന്തരപ്പെടുന്നു, അത് അനുഭവമായി, അഭിഷേകമായി സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും എല്ലാം നന്മയുടെ നിറവുകൾ നൽകുകയാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പരിശുദ്ധ അമ്മ അതാണ് നമുക്ക് മാതൃകയായി നൽകുന്നത്. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്സുകൾ ഏതൊക്കെയായിരുന്നാലും ആ ജീവിതാന്തസ്സിൽ നിന്നുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നീലക്കാപ്പയണിഞ്ഞു വരുന്ന അമ്മ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളിലും, ഒരുപക്ഷെ വഴിവിട്ടു പോകുന്ന, പാദങ്ങൾ ഇടറി ദൈവികതയിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങളിലും ഈ അമ്മയെ, എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ച് ഈ അമ്മയെ നമ്മൾ ചേർന്ന് പുലുകുവാൻ മനസ്സാണെങ്കിൽ തൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഈ അമ്മ നമ്മളെ സംരക്ഷിക്കും. ഷാനവാസ് രചിച്ച് ഈണം പകർന്ന ഒരു ഗാനം ശ്രേയ അന്ന ജോസ് നമുക്കായി പാടുമ്പോൾ പ്രാർത്ഥനാപൂർവം നമ്മുടെ ജീവിതവും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ഹൃദയം ചേർക്കാം. നീലക്കാപ്പയണിഞ്ഞു നിൽക്കും കന്യകമാതാവേ, നിന്നുടയോമൽ സുതനോടെന്നും പ്രാർത്ഥിച്ചിടണമേ.
അഭിഷേകത്താൽ ജ്വലിച്ചിടാൻ യാചിച്ചിടണമേ. തിരുവചനത്തിൻ സാക്ഷികളായി ഞങ്ങൾ പോകുമ്പോൾ അഭിഷേകത്താൽ ജ്വലിച്ചിടാൻ യാചിച്ചിടണമേ. കന്യകമാതാവേ, നിർമ്മല മാതാവേ, ഭൂസ്വർഗങ്ങൾ കുടയവനാം യേശുവിൻ മാതാവേ. കന്യകമാതാവേ, നിർമ്മല മാതാവേ, ഭൂസ്വർഗങ്ങൾ കുടയവനാം യേശുവിൻ മാതാവേ. കന്യകമാതാവേ, നിർമ്മല മാതാവേ, ഭൂസ്വർഗങ്ങൾ കുടയവനാം യേശുവിൻ മാതാവേ. ഭൂസ്വർഗങ്ങൾ കുടയവനാം യേശുവിൻ മാതാവേ. ഭൂസ്വർഗങ്ങൾ കുടയവനാം യേശുവിൻ മാതാവേ. കന്യക മാതാവേ, നിർമ്മല മാതാവേ, ഭൂസ്വർഗങ്ങൾക്കുടയവനാം യേശുവിൻ മാതാവേ. അതെ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ ആ കർത്താവ് ഭൂസ്വർഗ രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ മുടിയണിയിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ. അതെ, നമ്മുടെ ഏത് ആവശ്യങ്ങളിലും ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നൽകിയ ഈ അമ്മ കൂടെയുണ്ട്. എല്ലാവിധ കെടുതികളിൽ നിന്നും ഈ അമ്മ തൻ്റെ കാപ്പയ്ക്കുള്ളിൽ നമ്മളെ പരിരക്ഷിക്കും. അമ്മയോട് ചേർന്നായിരിക്കാം. തുടർന്ന് ഈ ഗാനങ്ങളൊക്കെ ശ്രവിക്കുമ്പോൾ, പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ, ഷാനവാസ്, ഈ ഗാനം നമുക്കറിയാം, ഒരുപാട് കൈയടിച്ച് പാടി പ്രകീർത്തിച്ച് അമ്മയെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനമാണിത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. സ്വർഗീയ നിക്ഷേപം കൂട്ടിവെക്കുന്ന, അതിനുതകുന്ന മനോഹരമായി ഗാനം ഒരുക്കിയപ്പോൾ മറ്റെന്തെങ്കിലും അനുഭവം ഷാനവാസിന് പറയാനുണ്ടോ? അനുഭവം ഉണ്ട് ചോദിച്ചേട്ടാ. പ്രധാനമായിട്ട് നമുക്കറിയാം, ശാലോം ടി വിയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളതാണ് നമ്മുടെ നൈറ്റ് വിജിൽ. നൈറ്റ് വിജിൽ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഗാനശുശ്രൂഷകർ ഇവിടെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗാന സെലക്ഷൻ്റെ മേഖലയിൽ പ്രധാന നിർദ്ദേശം തരുന്നത് ബഹുമാനപ്പെട്ട KJ മാത്യു സാറാണ്. അപ്പോൾ സാറ് ഞങ്ങളോട് പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള വരികളും സംഗീതവും വേണം. കാരണം നമ്മുടെ പ്രോഗ്രാമുകൾ കാണുന്നവർ വളരെ രോഗികളും തകർന്നവരും ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുമാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ അവർക്കത് ഏറ്റുപാടാൻ സാധിക്കണം. അപ്പം അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അപ്പം ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുന്നത് അപ്രകാരമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലൊരു നൈറ്റ് വിജൻ്റെ സമയത്ത് ഞാനാണ് ആ മാസം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ചാപ്പലിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വന്ന വരികളാണ്. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ, നിസ്സാരമായ ചെറിയ വരികളും ചെറിയ സംഗീതവും തരണേ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാതാവിനോട് പെട്ടെന്ന് ഉണ്ട്, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നൈറ്റ് വീലിനൊക്കെ വേണ്ടി ഒത്തിരി ജപമാല ചൊല്ലി ഒരുങ്ങാറുണ്ട്. അമ്മയുടെ ഒരു എന്താ പറയുന്ന, അമ്മയുടെ ഒരു വലിയ സംരക്ഷണം, ഒരു കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ അനുഭവം. അതെ, തീർച്ചയായിട്ടും. അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കുന്ന, ഞാൻ ഓർക്കുകയാണ്, ശാലോമിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ എല്ലാ മേഖല ഒരു സെലക്ഷൻ, പാട്ടിൻ്റെ മേഖലയാണെങ്കിലും മറ്റേത് നമ്മൾ എടുത്ത പൊങ്ങാത്ത ട്യൂണുകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ കിടന്നിരുന്നത്. പക്ഷേ അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയൊരു ശൈലിയിലേക്ക്, സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പാട്ടുകളും അങ്ങനെയുള്ള ശുശ്രൂഷകളും, അതാണ് ശാലോം ചെയ്യുന്നത്. അപ്പോൾ അപ്രകാരമാണ് ഈ ഒരു പാട്ട് വരുന്നത്. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഒരു സിമ്പിൾ വരികളും സിമ്പിൾ ട്യൂണും തരണേ. അപ്പം വന്നൊരു പാട്ടാണത്. അതെ, പരിശുദ്ധ അമ്മയുടെ ലാളിത്യം അത് ഹൃദയത്തിൽ നിറച്ച് സാധാരണക്കാരായ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, അവരുടെ ഹൃദയ നൊമ്പരങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹവചനം പങ്കുവയ്ക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും, നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കും, കർത്താവിന് സാക്ഷ്യം നൽകുവാൻ നമ്മളെ ഒരുക്കും. അടുത്ത ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അലിവിൻ്റെ സാഗരമായി, ആത്മാവിൻ സാന്ത്വനമായി നിലകൊള്ളുന്ന അമ്മ. അതുകൊണ്ടാണ് ഈശോ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കാരുണ്യം
വഴിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിൽ ആ ദിവ്യസ്നേഹകാരുണ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്നവൾ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ്. അമ്മ നമ്മളെ സഹായിക്കും, അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും. വീണ്ടും ഷാനവാസ് തന്നെ രചിച്ച് ഈണം പകർന്ന അലിവിൻ്റെ സാഗരമായി, കനിവിൻ്റെ സാന്ത്വനമായി എന്ന ഗാനം പ്രിയ ഗായകൻ ബിജോയ് പി ജേക്കബ് നമുക്ക് വേണ്ടി പാടുകയാണ്. പ്രാർത്ഥനാപൂർവം ഈ ഗാനം ശ്രവിക്കും. അലിവിൻ്റെ സാഗരമായി, ആത്മാവിൻ സാന്ത്വനമായി, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമായി എൻ ചാരെ വരുമോ, അലിവിൻ്റെ സാഗരമായി, ആത്മാവിൻ സാന്ത്വനമായി, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമായി എൻ ചാരെ വരുമോ. കാലിത്തൊഴുത്തിലും കാൽവരിക്കുന്നിലും കാരുണ്യമായി നീ അന്നു വന്നോ, കഥനം നിറഞ്ഞൊരൻ ജീവിത വഴിയിലും കാവൽ വിളക്കായി നീ ഇന്നു വരുമോ, എൻ്റെ ജീവനാണു നീ നാഥേ, എൻ്റെ സ്നേഹമാണു നീ നാഥേ, എൻ്റെ ജീവനാണു നീ നാഥേ, എൻ്റെ സ്നേഹമാണു നീ നാഥേ. അലിവിൻ്റെ സാഗരമായി, ആത്മാവിൻ സാന്ത്വനമായി, അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമായി എൻ ചാരെ വരുമോ. രോഗങ്ങളാൽ മനം നീറുന്ന വേളയിൽ ആശ്വാസമായി എന്നരികിൽ വരുമോ, സഹനത്തിൻ പാതയിൽ തളരുന്ന നേരവും കുളിർക്കാറ്റ് പോലെ എൻ ചാരെ വരുമോ, എൻ്റെ ജീവനാണു നീ നാഥേ, എൻ്റെ സ്നേഹമാണു നീ നാഥേ, എൻ്റെ ജീവനാണു നീ നാഥേ, എൻ്റെ സ്നേഹമാണു നീ നാഥേ.
അലിവിൻ്റെ സാഗരമായി, ആത്മാവിൻ സാന്ത്വനമായി അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമായി എൻ ചാരെ വരുമോ, അലിവിൻ്റെ സാഗരമായി, ആത്മാവിൻ സാന്ത്വനമായി അമ്മേ നീ വരുമോ, എന്നെ നീ തൊടുമോ, അഭിഷേകമായി എൻ ചാരെ വരുമോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നത് ഈ നല്ല അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല ഈ അമ്മ. രോഗികളുടെ ആശ്വാസമേ, പീഡിതർക്ക് ആനന്ദമേ, ഏതെല്ലാം വിശേഷണങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു. അതെ, രോഗമെന്നവൻ ആരോഗ്യം പകരും കരുണാസാഗരമേ. നമ്മളങ്ങനെ പാടാറില്ലേ? അതേ പ്രിയമുള്ളവരെ, ഈ അലിവിൻ്റെ സാഗരം, ഈ ആത്മാവിന് സാന്ത്വനം എല്ലാം നൽകിക്കൊണ്ട് അമ്മ കൂടെയിരിക്കും. നമുക്ക് ഹൃദയത്തിൽ അമ്മയോടുള്ള സ്നേഹം ഒരനുഭവമായി, അഭിഷേകമായി നിറച്ചുകൊണ്ട് ഒരു കൊച്ചു പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച് ഈ എപ്പിസോഡിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ഒന്നുചേരാം. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനേകർ മോശമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അമ്മ നമ്മുടെ സ്വന്തം അമ്മയേക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവളാണ്. അമ്മയോട് നാം പ്രാർത്ഥിച്ചത് വഴി അനുഗ്രഹമല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. നമുക്കൊരു ദോഷവും വരികയില്ല. അതുകൊണ്ട് ആ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അമ്മയെ വാഴ്ത്തുവാൻ, അമ്മയിലൂടെ ഈശോയിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.